അതിരാവിലെ തന്നെ ആറ്റിമൽ ജംഗ്ഷനിൽ നിന്ന് ചായയും കുടിച്ചുകൊണ്ട് നേരെ വിടുകയാണ് നമ്മുടെ നാട്ടിലുള്ള ടർഫിലേക്ക്. നെടുമങ്ങാടുള്ള ഫിനിക്സ് എന്ന ജിമ്മിലേക്ക് ഒരു പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ ചെല്ലാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ രാവിലെ അവിടെ പോയിട്ടുണ്ടായിരുന്നു, വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോസ് എല്ലാം എടുത്ത ശേഷം അവിടെ നമ്മളൊരു ചായയും കുടിച്ചിട്ട് നമ്മൾ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ ഓഫീസിലേക്കും പിന്നെ അവൻ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പാതിരാത്രി മുഴുവൻ കാമുകിയെ വിളിച്ച് ചൊല്ലിയതുകൊണ്ടായിരിക്കും ഇന്നും അവൻ കിളിഞ്ഞവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞാൻ നേരെ സാധനം എടുത്തുകൊണ്ട് നേരെ റൂട്ടിലേക്ക് പോയ സമയത്ത് തന്നെ ചെറിയൊരു വഴിയാണ്. ഞാൻ പിന്നെ പാവം കരുതി അങ്ങ് കയറി പോകും, പക്ഷേ ഞാൻ തന്നെ ഒന്ന് വീണു. അവിടെ നിന്ന് നേരെ പൊടി നട്ടി അടുത്ത റോഡിലേക്ക് വന്നപ്പോഴേക്കും അവിടേക്ക് ഭയങ്കര മഴ. പിന്നെ കുറേ നേരം അവിടെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ചെറിയ രീതിയിൽ പെയ്തെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1.5 മണിക്കൂർ എൻ്റെ സമയം അവിടെ വെറുതെ നഷ്ടപ്പെട്ടു. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിച്ചൊരുങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. മഴ പെയ്തതുകൊണ്ട് നമ്മുടെ തോടെല്ലാം നിറഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. തോട്ടിലിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് സൈഡിലൊരു വഴിയുണ്ട്. അതുപോലെ നേരെ കയറിയപ്പോൾ നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. നേരെ വണ്ടി എടുത്തുകൊണ്ട് നന്ദിയോട് ഭാഗത്ത് മറ്റൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ പയ്യന്മാരെയും വിളിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലയൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു അവർക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ എടുത്തിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കണ്ടേ, അങ്ങനെ ഞാനും നമ്മുടെ ക്യാമറമാൻ ഷാറൂഖുമായിട്ട് ഒരു കടയിൽ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നേരെ എഡിറ്റിംഗ് റൂമിലേക്ക്.